നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൾ എന്നോട് പറഞ്ഞ വാക്കുകളാ. പക്ഷേ അവളെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ അവളെ എങ്ങനെ കണ്ടെത്തും? അതെനിക്ക് വിട്ടേരെ. അവൾ ഈ ഭൂമി മലയാളത്തിൽ എവിടെയായാലും തേടിപ്പിടിച്ച് അവൾക്കുള്ള ശിക്ഷ നടപ്പാക്കിയിരിക്കും ഞാൻ. അല്ലെങ്കിൽ എന്റെ പേര് വസുന്ധരയെന്നല്ല. മിസ്സേ, അവൻ അവസാനം അടിച്ച ഗോളാ നമ്മളെ തോപ്പിച്ചത്. അതൊന്നും സാരമില്ല, ടൂർണമെന്റ് ഇനിയും വരുമല്ലോ. ഞാൻ വലുതാകുമ്പോ മെസ്സിനെ പോലെ വലിയ ഫുട്ബോളർ ആവും. ശരി ശരി, ഇപ്പൊ എന്റെ കുട്ടി മെസ്സി വാചകം അടിക്കാതെ നടക്ക്. ഹലോ, മാഡം, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. 10 മിനിറ്റിനുള്ളിൽ സ്കൂളിലെത്തും. സാർ അവന്റെ ജീവൻ രക്ഷിച്ചു. മോനെ, വല്ലതും പറ്റിയോ? ഇല്ല അങ്കിൾ, ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? അയ്യോ, സാറിന്റെ കൈ മുറിഞ്ഞല്ലോ. ഫസ്റ്റ് എയ്ഡ് എവിടെ? എന്റെ ബാഗിലുണ്ട്. പിടിക്കേ. കുട്ടികള് വീഴോ മറ്റോ ചെയ്താലോ എന്ന് കരുതി ബാഗിൽ കരുതിയതാ. നോക്കട്ടെ. ഹോസ്പിറ്റലിൽ പോണോ സാർ? വേണ്ട, ഈ കുട്ടി ഓൾറൗണ്ടറാ. വേണ്ടി വന്നാ ഡോക്ടറും ആവും. ശരി, വരട്ടെ. അയ്യോ സാർ, സാറിനെ കണ്ടത് നന്നായി. സാറിന് തരാനുള്ള 160 രൂപ ഇപ്പൊ തരാം. അയ്യോ സാർ, ഞാൻ നിക്കാൻ പറഞ്ഞതോ. എന്താ മിസ്സേ? ഞാൻ ആ സാറിന് ഇത്തിരി കാശ് കൊടുക്കാനുണ്ടായിരുന്നു. കുറെ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ തപ്പി നടക്കുമായിരുന്നു. അതൊന്നും ചോദിച്ചില്ലല്ലോ. ആ കാറിന്റെ നമ്പർ ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. അത് RT ഓഫീസിൽ കൊടുത്ത അഡ്രസ് കിട്ടില്ലേ? എടാ മിടുക്ക, ഇപ്പൊ RT ഓഫീസിലൊന്നും പോണ്ട. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ നോക്കിയാ അഡ്രസ് കിട്ടും. നീ കാറിന്റെ നമ്പർ പറ. KL01 BT 5005. ഗൗതം ഗോപിനാഥ് ഈശ്വരൻ, ജവഹർ നഗർ. കിട്ടിയടാ, അഡ്രസ് കിട്ടി. മിസ്സിന് സന്തോഷമായില്ലേ? സന്തോഷാവണമെങ്കിൽ എന്റെ വാച്ച് തിരിച്ച് കയ്യിൽ വരണം. എനിക്ക് ആ വാച്ച് നന്നായി മിസ് ചെയ്യുന്നുണ്ട്. മിസ്സിന്റെ വാച്ചും അങ്കിളും തമ്മിൽ എന്താ കണക്ഷൻ? അതൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഗൗതം സാറിനെ പോയി കാണണം. മിസ്സിന്റെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലല്ലേ? അതൊന്നും സാരല്ല, ഓട്ടോ പിടിച്ചാലും വേണ്ടില്ല. ഞാൻ ഇന്ന് തന്നെ ആ സാറിന്റെ കാശ് തിരിച്ചു കൊടുത്ത് എന്റെ വാച്ച് തിരിച്ചു വാങ്ങും. നീ ക്ലാസ്സിലേക്ക് ചെല്ല്. ശരി മിസ്സേ. ആളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് കയറാൻ ഒരു നിമിഷം പോലും തികച്ചു വേണ്ട.
മാഡം എന്താ കരുതിയത്? ഒരടി സഹിച്ചു എന്ന് കരുതി എന്നെ അങ്ങ് മാക്സിമം തല്ലി പദം വരുത്താവുന്നോ? നടക്കില്ല മാഡം. തിരിച്ചൊരെണ്ണം തന്നാ താങ്ങുകയില്ല. കൂടുതൽ ആൾക്കാര് ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുക. എന്നെ തകർക്കാൻ വേണ്ടി ആരൊക്കെയോ കമന്റുകൾ വിടുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എവിടെയാടി നീ? പെണ്ണായിട്ട് പിറന്നവളാണെങ്കി എന്റെ മുന്നിൽ വാ. എത്രയാ? 80 രൂപയായി. ആഹാ, ചേട്ടൻ എന്താ ഈ ഓട്ടോറിക്ഷയുടെ വില പറയുകയാണോ? വിലയല്ല, ഓട്ടത്തിന്റെ കാശാ പറഞ്ഞത്. സ്കൂളിൽ നിന്ന് ഇവിടെ വരാൻ 50 രൂപയാവുള്ളൂ. അതിൽ കൂടുതൽ 1 രൂപ പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. എന്റെ കൊച്ചേ, ഓട്ടത്തിന് എത്ര കാശായെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എനിക്ക് 80 രൂപ വേണം. ആഹാ, ഞാനേ 50 രൂപയെ തരുള്ളൂ. ദാ കേറിയപ്പോ ഞാൻ നിങ്ങളോട് മീറ്റർ ഇടാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ ഇട്ടില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന്. എന്റെ കൊച്ചേ, ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ റിട്ടേൺ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 80 രൂപ പറഞ്ഞേ. എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ സുഖമായിട്ട് റിട്ടേൺ കിട്ടും. എനിക്കും ഈ സിറ്റി നന്നായിട്ട് അറിയാം. ഞാനേ 50 രൂപയെ തരുള്ളൂ. ദാ പിടിച്ചോ, ഇതും കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. പൊയ്ക്കോ പൊയ്ക്കോ. ഇതിനെയൊക്കെ സഹിക്കുന്ന വീട്ടുകാരെ വേണം സമ്മതിക്കാൻ. എങ്ങനെ? എന്താ ചേട്ടാ പറഞ്ഞേ? അയ്യോ, ഒന്നുമില്ല പെങ്ങളെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചതാ. ശരി, ചേട്ടന് നല്ലത് വരട്ടെ. പൊയ്ക്കോ. ശരി. മോളിങ്ങോട്ട് വരണ്ട. വസുന്ധര മേഡം വീടിനകത്ത് ഇരിപ്പുണ്ട്. പുറത്തു നിന്ന് അപ്പോയിന്റ്മെന്റ് വാങ്ങാതെ ആരും വീട്ടിലോട്ട് വരുന്ന മേഡത്തിന് ഇഷ്ടമല്ല. നിന്നെ കണ്ടാ ചിലപ്പോ അച്ഛന്റെ ജോലി എന്നെ തെറിക്കും. ഇത്രയും വലിയ വീടിനൊരു കോളിംഗ് ബെൽ പോലുമില്ലേ? ഹലോ, ആരില്ലേ? ഹലോ.